ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വ്ളോഗ് ഇടാൻ കുറച്ച് മടിയായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ വ്ളോഗ് ഇട്ടുകൊണ്ട് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിന്ന് പോകും. ചില സമയത്ത് വ്ളോഗ് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഷോർട്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വ്ളോഗ് ഇടാനാണ്. എന്താണെന്നറിയില്ല. ഇപ്പം എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും, കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പം മോളെയും കൊണ്ടായാലും ഉമ്മാനം കൊണ്ടായാലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കും വരുത്തൊക്കെ ആയതുകൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ നിന്ന് പോയത്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്ത് വരികയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു സോറി കേസ് ആ ഒരു വ്ളോഗ് അങ്ങ് നിന്ന് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുമല്ലോ. അപ്പം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, അതൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ കുറേ മുന്നേ എനിക്ക് ഇങ്ങനെ കമൻസ് വരാറുണ്ട് ലൈവ് സ്റ്റോറി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇങ്ങനെ പേഴ്സണലി കുറേ മെസ്സേജ് വരാറുണ്ട്, പിന്നെ ലൈവ് സ്റ്റോറി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ലൈവ് സ്റ്റോറി ചെയ്യാന്നുള്ളത്. അങ്ങനെ യൂട്യൂബിൽ ഒരു കുട്ടി കുറേ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, കംഫർട്ട് ആവുന്ന സമയത്ത് ലൈവ് സ്റ്റോറി ചെയ്യുമോ എന്നുള്ള രീതിക്ക് ഒരു മെസ്സേജൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ലൈഫ് സ്റ്റോറി പറയാനാണെങ്കിൽ ഈ ഒരു കുറച്ച് വർഷമേ ഉള്ളൂ എങ്കിലും ഇപ്പം ഈ ജൂണിലേക്ക് ഞാൻ 23 ആവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എങ്കിലും ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത്രത്തോളം പറയാനുണ്ട്, അത്രത്തോളം ട്രോമയും സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ട്രോമ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മുടെ ലൈഫത്തെ ട്രോമയും കാര്യങ്ങളൊക്കെയാണ് അധികം ഞാൻ പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുള്ളത്. എന്നോട് ലൈഫ് സ്റ്റോറി ചെയ്യുമോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ 1-2 വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിലൊക്കെ അവരുടെ ലൈഫിൽ നടന്ന അതായത് നമുക്കിങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പം അതൊക്കെയാണ് ലൈഫ് സ്റ്റോറി, അതായത് വെഡ്ഡിങ്ങിന് ശേഷമുള്ള ലൈഫ് സ്റ്റോറി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പം ഒരു ലൈഫ് സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഞാൻ ലൈഫ് സ്റ്റോറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ചെറുപ്പം തൊട്ട്, അതായത് നമുക്ക് നമ്മളെ ചെറുപ്പത്തിലുള്ള കുറച്ച് നല്ല കാര്യങ്ങളും എല്ലാം അവിടെ തൊട്ട് ഞാൻ എന്ന് വെച്ചാൽ ഒരു മാസം നീളുന്ന വീഡിയോസ് ചെയ്യുന്നൊന്നല്ല, ഏകദേശം ഒരു 1-2-3 വീഡിയോസ് തന്നെ അത് തീരും. അപ്പം ആ ഒരു രീതിക്ക് ചെയ്യാനാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ അത്യാവശ്യം നല്ലോണം അടിച്ച് പൊളിച്ച് എന്താ പറയുക അങ്ങനെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് അതേപോലെ ചെറുപ്പത്തിലാണെങ്കിലും വലിപ്പത്തിലാണെങ്കിലും അത്യാവശ്യം നല്ലോണം ഫ്രണ്ട്സ് ഉണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സുകൾ ഇപ്പോഴും കൂടെയുള്ള, അതായത് ചെറുപ്പം തൊട്ടേ കൂടെയുള്ള ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എൻ്റെ കമ്പനിക്കാർ. അല്ലാണ്ട് ചെറുപ്പത്തിൽ വേറൊരു ടീംസ്, വലിപ്പത്തിൽ വേറൊരു അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്കിവിടെ നമ്മുടെ അയൽവാസികളാണെങ്കിലും നമ്മൾ നെയ്ബേഴ്സിൻ്റെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഒരു ഏജ് ഗ്യാപ്പിൽ വരുന്ന ആ ഒരാൾക്കാർ, അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സുകളുണ്ട്. അതേപോലെ ഞാൻ 1, 2, 3, 4 +2 വരെ ഞാൻ 4 സ്കൂളിലാട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഒരു 4th സ്റ്റാൻഡേർഡ് വരെ ഞാനിവിടെ അരിഞ്ചർമല എന്ന് പറഞ്ഞിട്ട് അവിടെയാട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ അടുത്തുള്ള നെയ്ബേഴ്സും. അരിഞ്ചർമല പഠിക്കുന്ന സമയത്ത് അധികം നമ്മുടെ നെയ്ബർ കുട്ടികൾ തന്നെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ സ്കൂളിൽ നിന്ന് കിട്ടിയ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് അന്നേ ആ ഒരു ടൈമിനൊക്കെ ഈ ഹിന്ദു കുട്ടികളുണ്ടാവുമല്ലോ, ഹിന്ദു ക്രിസ്ത്യൻസ്, അവരൊക്കെ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്ഷിപ്പ്. അതായത് കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഓരോ പേര് പറയാനാണെങ്കിൽ അഭിനവ്, അതുല്, പിന്നെന്താ ചാക്കോന്നോ അങ്ങനെ എന്തൊക്കെയോ വിളിക്കും. അവരായിട്ടിപ്പോൾ അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ല. എന്നാലും എപ്പോഴെങ്കിലൊക്കെ കാണുമ്പം അങ്ങനെ കാണും. എന്നാലും അവിടെ പഠിച്ച, അതായത് അരിഞ്ചർമല പഠിച്ചപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു ക്രിസ്ത്യൻസ് അങ്ങനെയുള്ള കുട്ടികളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ. അപ്പോൾ അവരിൽ 1-2-3 ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതേപോലെ അതിന് ശേഷം പിന്നെ ഞാൻ 4 തൊട്ടിട്ട് 4 വരെയും അരിഞ്ചർമല, അത് കഴിഞ്ഞ് 5 തൊട്ട് 7ാം ക്ലാസ് വരെ ഇവിടെ, അതായത് കണിയാമ്പറ്റ, നമ്മൾ മേലെ കണിയാമ്പറ്റ താഴെ കണിയാമ്പറ്റ 2 സ്കൂളുണ്ട്. താഴെയായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് എനിക്ക് ഇപ്പം ഈ ഒരു ഇതുവരെയും ഉള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. മാഷാ അല്ലാഹ് അടിപൊളിയാണ്. അവരിപ്പോഴും ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഓടി എത്തുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്.
ചിലപ്പോൾ അവർ നിങ്ങൾ എൻ്റെ വീഡിയോസിലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള. എനിക്ക് ക്ലോസ് എന്ന് പറയാൻ, ചിലർക്ക് നമ്മൾ ക്ലോസ് എന്ന് പറയാൻ 1 2 അങ്ങനെയല്ലേ ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് എന്ന് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. എൻ്റെ ഉമ്മ ഇപ്പം പറയും, ഇനിയൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാലും എനിക്ക് കൂട്ടുകാരാണെന്ന് പറയും കേട്ടോ. അതേപോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നല്ല രീതിക്ക് അടിച്ചു പൊളിച്ചിട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് നല്ല രീതിക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ആ സ്കൂൾ കഴിഞ്ഞ് പിന്നെ ഒരു 8 9 10 വരെ മേലെ കണിയാൻ പറ്റിയാണ് പഠിച്ചത്. മേലെ കണിയാൻ പറ്റുന്നതാണ് എനിക്ക്. അവിടെ നിന്നും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. പിന്നെ താഴെ പഠിച്ച അതേ ഫ്രണ്ട്സ് ഇവിടെ മേലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെയായിരുന്നു ഇപ്പോഴത്തേക്കും. പക്ഷെ അതിൽ കുറച്ചും കൂടെ ആൾക്കാർ കൂടിയെന്ന് മാത്രം. അങ്ങനെ എനിക്ക് മേലെ കണിയാൻ പറ്റിയ സമയത്ത് എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അവൻ ഇപ്പോഴും എൻ്റെ എന്തൊരു ആവശ്യത്തിനും അല്ലെങ്കിൽ എനിക്ക് എന്തൊരു സങ്കടം വരുമ്പോഴും ഞാൻ പറയാണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എന്നോട് എന്നെ വിളിച്ചു ചോദിക്കും. നമ്മളെപ്പോഴും കോണ്ടാക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലും എന്നൊക്കെ പറയും പോലെ നമ്മൾ കോണ്ടാക്ട് വിളിക്കലുള്ളൂ. പക്ഷെ എന്നാലും വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ചിമ്മിണി എന്തെല്ലാം ഇനി ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അത്രേ ചോദിക്കുള്ളൂ. പക്ഷേ എങ്കിൽ ആ ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ എല്ലാവരും പറയും നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സാണോ, പക്ഷെങ്കിൽ അന്നും ഇന്നും നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. ഈ നേരവും ഇപ്പം ഞാനിത് പറയുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്താണെന്ന് എനിക്കറിയില്ല. അത്രയൊക്കെ ഭയങ്കര എനിക്ക് കിട്ടിയതിൽ ഞാൻ പറയും, എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എൻ്റെ ഓൾ ഫ്രണ്ട്സിൽ മൊത്തം വെച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് അവനാണ് കേട്ടോ. അതായത് എൻ്റെ ബ്രദറാണെങ്കിലും എൻ്റെ ബ്രദറിനെ പോലെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫാമിലി ഫ്രണ്ട്. എനിക്കല്ലെങ്കിൽ ഒരു ബ്രദർ, എനിക്കെന്തെങ്കിലും സങ്കടം വരുമ്പം അല്ലെങ്കിൽ ഞാൻ പറയാണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ ബ്രദറിനെ പോലെ തന്നെ. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. മാഷാ അല്ലാ, അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ലക്കാണ്. അങ്ങനെ പറഞ്ഞത് അവിടെയും കുറച്ച് അടിപൊളി ഗ്യാങ് കിട്ടി. അതിൽ പറയുന്ന എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും റിൻഷ, നിയ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഗ്യാങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന് മുന്നേയും ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരൊക്കെയാണ് കേട്ടോ. ഓരും ഞങ്ങളും ഇപ്പോഴും ഭയങ്കര ബോണ്ടിങ് ആണ്. മാഷാ അല്ലാ, നമ്മൾ ശരിക്കും എന്താ പറയുക, ലൈക്ക് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാം. അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ബോണ്ടിങ് ആണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുക എപ്പോഴും മെസ്സേജ് അയക്കുക ഒന്നുമില്ല. പക്ഷേങ്കിൽ എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പം ഇപ്പം നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെല്ലാം എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമ്മൾ പറയാണ്ട് നമ്മളെ കൂടെ നിൽക്കൂലേ, അങ്ങനത്തെ കുറച്ച് ഗ്യാങ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് നീർവാരത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് സ്കൂള് കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും അലോട്ട്മെൻറ്റ് കൊടുത്തു. അങ്ങനെ നീർവാരത്തേക്ക് ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വെച്ച് നീർവാരത്തേക്ക് പോയി കേട്ടോ. അതായത് നീർവാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഈ ആനക്കാട് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നീർവാരത്തിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ അതന്നെ ആനക്കാട് ആ ഒരു രീതിക്ക്. അപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ 2 ബസ്സൊക്കെ കയറി നമുക്ക് ഇവിടുന്ന് പോകണം. എന്നാലും ഞാനിങ്ങനെ ഇത്രയും കാലം ഞാൻ കണിയാമ്പറ്റ തന്നെ പഠിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തായാലും കണിയാമ്പറ്റ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാൻ നീർവാരം തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നീർവാരത്തെ പറ്റി ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെ പിന്നെ നീർവാരത്തേക്ക് അലോട്ട്മെൻറ്റിന് കൊടുത്തു. അവിടെ കിട്ടി. ആദ്യം സയൻസിലായിരുന്നുണ്ടോ. പണ്ടൊക്കെ എനിക്കൊരു ഡ്രീം ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും, എന്താ അറിയില്ല. ഇങ്ങനെ ഡോക്ടർ ആവണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ അതിനനുസരിച്ച് തലയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ നീർവാരത്തേക്ക് പോയി. ഞാൻ എവിടെ പോയാലും കുറച്ചധികം ഫ്രണ്ട്സിനെ ഉണ്ടാക്കും കേട്ടോ. എന്താണെന്ന് അറിയില്ല, കുറച്ചധികം ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അങ്ങനെ നീർവാരത്തെത്തി. അവിടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സയൻസിനെ എടുത്ത് പിന്നെ സയൻസിൽ കയറി നോക്കുമ്പോഴാണ് നമുക്ക് പറ്റിയതെല്ലാം മനസ്സിലാവുന്നത്. അതായത് എൻ്റെ സയൻസിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങി. ആകെ ഒരാഴ്ച ഞാൻ സയൻസിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്കിങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാമല്ലോ, അതായത് നമ്മൾ സബ്ജക്റ്റ് മാറ്റാമല്ലോ. അങ്ങനെ ഞാൻ കൊമേഴ്സിലേക്ക് ചാടി അക്കൗണ്ടൻസി ഒക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ഓഹോ ഇത് മതിയായിരുന്നു, മറ്റേ എന്താ പറയുക, ഇതും വേണ്ടിയില്ല, ഹ്യൂമാനിറ്റീസിലേക്ക് ചാടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കുറച്ചധികം നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അവിടെയും എനിക്ക് നല്ല ഹിന്ദു ആ ഒരു ടൈപ്പ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായി. പക്ഷേ ഗേൾസ് അല്ല കേട്ടോ, ബോയ്സാണ്. അങ്ങനെ അവിടെയും പിന്നെ എൻ്റെ കൂടെ കണിയാമ്പറ്റ പഠിച്ച കുറച്ച് കുട്ടികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബോയ്സായിട്ടും ഗേൾസായിട്ടും അങ്ങനെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പും പിന്നെ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പുതിയ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാച്ചി, അച്ചി എന്നൊക്കെ പറയുന്നത്.
എൻ്റെ മറ്റവരെ പോലെ തന്നെ, അതായത് നീയ അവരെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവരും എൻ്റെ ഒരു ക്ലോസ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഈ പാച്ചി, അച്ചി. ഇപ്പം നമ്മൾ പരമ്പര ടൗണിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വിളിക്കും, പാച്ചി എവിടെയാണുള്ളത്, അച്ചി വിളിച്ചിട്ടുണ്ടാവും, ചിമ്മിണി എവിടെയാണുള്ളത്, അല്ലെ പാച്ചി എവിടെയാണുള്ളത്, നമുക്ക് ടൗണിൽ പോവാം, ബഡ്ഡീസ് പോവാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അലമ്പ് കളിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ പഠിച്ച കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ ജൂനിയേഴ്സിനാണെങ്കിലും അറിയുന്നുണ്ടാവും, അത്യാവശ്യം നല്ല രീതിക്ക് അലമ്പ് കളിച്ചിട്ടുണ്ട്. ആ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ പൊരയെന്ന് പറയുന്നു, നിങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടിച്ചു വിടണം, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, അപ്പം തൊട്ടേ ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങളെ പെട്ടെന്ന് കെട്ടിച്ചു വിടുക, എന്തായാലും പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളെ നിർത്തൂല എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം പിന്നെ ഞാനൊക്കെ എൻ്റെ മൈൻഡിൽ അന്നേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തായാലും പ്ലസ് ടു കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അന്നേരം കുറച്ച് കളിച്ചെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഓർക്കാനുണ്ടാവും എന്നുള്ള രീതിക്കാട്ടോ ഞാനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ കളിച്ച് ക്ലാസ്സിൽ നിന്ന് വലിയ മൈൻഡാക്കാണ്ട് ക്ലാസ്സിൽ നിന്നൊക്കെ എത്രയോ വട്ടം ടീച്ചേഴ്സ് പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ടീച്ചേഴ്സ് കരഞ്ഞിട്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ കയറിയിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ, കരഞ്ഞുകൊണ്ട്. ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ആ ടീച്ചർ പറയും ഇത്ര കൊല്ലം പഠിപ്പിച്ചിട്ടും ഇതേപോലത്തെ ഒരു ബാച്ചിനെ കണ്ടിട്ടില്ല എന്ന്. അത്രത്തോളം അലമ്പ് കളിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ സ്കൂളിലൊരു ടൈമിന് എനിക്ക് ഇന്നും ഓർമ്മ, ഈ ഫോണൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളിങ്ങനെ ടീച്ചേഴ്സ് താഴെന്ന് പറയും ഈ കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഫസ്റ്റ് ടീച്ചേഴ്സ് വിളിക്കുക ഷിംന, പിന്നെ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വന്നു. ബാക്കിയുള്ളവരുടെ പേര് ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വേഗം വിളിക്കുക, ഞങ്ങൾ ഈ ഒരു ഗ്യാങ്ങിനെ കേട്ടോ, ഞങ്ങൾ ഈ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരെ വേഗം വിളിക്കുക, എന്നിട്ട് ആ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകും ചെക്ക് ചെയ്യും. പക്ഷെ ഞങ്ങളടുത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു പ്ലസ് ടു ലൈഫും അടിപൊളിയായിട്ട് കഴിഞ്ഞു. കുറച്ച് കച്ചറ കളിച്ചുകൊണ്ട് തന്നെ മാർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുറവായിരുന്നു. അതിന് ഇപ്പം ഖേദിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാനും പാച്ചിയും അച്ചിയും കൂടെ ജിടെക്കിൽ പഠിക്കാൻ പോയി. ജിടെക്കിലൊക്കെ പഠിക്കാൻ പോയി. അവിടെ അടിപൊളിയായിരുന്നു. അവിടെ ക്ലാസ്സൊക്കെ തീരാൻ നേരത്ത് അങ്ങനെ നമ്മളിങ്ങനെ ക്ലാസ് അടിപൊളിയായിരുന്നു. ഞാനും പാച്ചി വെച്ച് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ ഒരു ഉച്ച ടൈമിന് ക്ലാസ് പോകും, ഒരു ഈവനിങ്ങിൽ ഇറങ്ങും, നേരെ ബഡ്ഡീസ് പോകും, അവിടുന്ന് ഫുഡ് കഴിക്കും, എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതന്നെയായിരുന്നുണ്ടോ നമ്മൾ അന്നത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അങ്ങനെ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിടെക്കിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഷനൂഖാൻ്റെ മാരേജ് പ്രപ്പോസൽ വരുന്നത്. അപ്പം പ്രപ്പോസലിനെയും ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊന്നും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യട്ടോ. അപ്പം ബൈ ഗൈസ്.